ഈശോയിൽ സഹോദരങ്ങളെ, രക്ഷകൻ്റെ കുരിശിലെ അന്ത്യമൊഴികൾ ഓരോന്നും പ്രാർത്ഥനാപൂർവം നമ്മൾ ധ്യാനിച്ചു വരികയാണല്ലോ. പ്രത്യേകിച്ചും രക്ഷാകര ചരിത്രത്തിലെ നിർണായകമായ കാര്യങ്ങൾ പുനരാവർത്തിക്കപ്പെടുന്ന ഈ വിശുദ്ധമായ ദിവസങ്ങളിൽ ഈശോ തൻ്റെ മടക്കയാത്രയുടെ സമയത്ത് പറഞ്ഞ 7 മൊഴികൾ ആവർത്തിക്കുക തീർച്ചയായിട്ടും നമ്മുടെ ആത്മാവിന് പ്രകാശവും കൂടുതൽ ചൂടും പകരുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഓരോ ദിവസവും ഇവ ഓരോന്നും ധ്യാനിച്ച് ദൈവത്തിന് നന്ദി പറയാനും നമ്മെ തന്നെ കർത്താവിൻ്റെ തിരുമുമ്പിൽ പുനഃസമർപ്പിക്കുവാനും സമയം കണ്ടെത്തുന്നത് നല്ലതാണ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ നമുക്ക് കുരിശിലെ 7 വചനങ്ങൾ ഒരു സങ്കീർത്തനമെന്ന വണ്ണം മനഃപ്പാഠമാക്കി നമുക്ക് ആവർത്തിക്കാം. ആദ്യ വചനം: പിതാവേ, ഇവരോട് പൊറുക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല. രണ്ടാമത്തെ വചനം: സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. മൂന്നാമത്തെ വചനം: ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ മകൻ. നാലാമത്തെ വചനം: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവിടിഞ്ഞു. അഞ്ചാമത്തെ വചനം: എനിക്ക് ദാഹിക്കുന്നു. ആറാമത്തെ വചനം: എല്ലാം പൂർത്തിയായി. ഏഴാമത്തെ വചനം: പിതാവേ, അങ്ങയുടെ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചത് കുരിശിലെ 6ാമത്തെ മൊഴിയാണ്. ലോകത്തെ നോക്കിക്കൊണ്ട് ഈശോ പറയുന്ന മൊഴിയാണ്: ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ്. എല്ലാം പൂർത്തിയായി. ഇവിടെ നമ്മൾ പ്രധാനമായി കണ്ടൊരു കാര്യം ഇതാണ്: നമ്മെപ്പോലുള്ള സാധാരണക്കാരായ മനുഷ്യർ ജീവിതത്തിൽ എന്താണ് പൂർത്തിയാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പോലും പിടിയില്ലാത്ത മനുഷ്യർ ജീവിതത്തിൻ്റെ അവസാനം ഒട്ടേറെ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ബാക്കി വെച്ചാണ് ഈ ഭൂമിയോട് വിട പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടു, നമ്മൾ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയായി സൂക്ഷിക്കേണ്ട ഒന്നാണ്: ദൈവമേ, എൻ്റെ നിയോഗം തിരിച്ചറിയാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന്. ഒരു പക്ഷേ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു വീട്ടമ്മയായി, അല്ലെങ്കിൽ ഒരു വയോധികയായ ഒരു സ്ത്രീയായി, ബെഡിൽ കിടക്കുന്നൊരു സ്ത്രീയായിരിക്കാം, അല്ലെങ്കിൽ ഒരു കുഞ്ഞായിരിക്കാം, ഒരു യുവാവായിരിക്കാം. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം: ദൈവമേ, എൻ്റെ നിയോഗം പൂർത്തിയാക്കാൻ എനിക്ക് കൃപ തരണമേ എന്ന്. നിയോഗം പൂർത്തിയാക്കുന്ന സമയത്താണ് രക്ഷകൻ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വരുന്നത്. ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഈ ഭൂമിയിൽ എന്തൊക്കെയോ പൂർത്തിയാക്കാനുണ്ട് എന്ന് നമ്മൾ കണ്ടു. പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെട്ടതായും ജീവിതത്തിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ടതായും ഒക്കെ തോന്നാനുള്ള കാരണം അർത്ഥപൂർണമായ ഒരു ജീവിതം നയിക്കാൻ നമ്മുടെ മേലുള്ള നിയോഗം എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ്. കുഞ്ഞിനെ വളർത്തുന്നതും മാതാപിതാക്കളെ നോക്കുന്നതും വരുമാന മാർഗത്തിനായി ജോലികൾ തേടുന്നതും ഭൂമിക്കും ലോകത്തിനും അനുഗ്രഹീതമായ കോൺട്രിബ്യൂഷൻസ് നടത്തുന്നതും എല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇവയെപ്പോലെ തന്നെ ഇതിനോട് ചേർത്തും ചിലപ്പോൾ ദൈവം നമ്മളിൽ നിന്ന് വളരെ യുണീക്കായ ചില കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അത് ചെയ്തു തീർക്കാൻ, അത് കണ്ടെത്താൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ ഒരുപാട് അനുഗ്രഹീതരായിട്ട് മാറുന്നത്. ഇതിന് ആത്മാവിൻ്റെ മന്ത്രണങ്ങളെ നമ്മൾ ശ്രവിക്കണമെന്ന് കണ്ടു. ആത്മാവ് എന്താണ് നമ്മോട് പറയുന്നത് എന്ന് കേട്ടാൽ കുറേ കൂടി ഭംഗിയായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതോ ചെയ്യാനിരിക്കുന്നതോ ആയ കാര്യങ്ങൾ പൂർത്തിയാക്കാനായിട്ട് നമുക്ക് കഴിയും. മാത്രമല്ല, ഗുരുക്കന്മാരെ ശ്രവിക്കുക. അതിൽ വചനമുണ്ട്, പ്രവചനങ്ങളുണ്ട്, പ്രഭാഷണങ്ങളുണ്ട്. ഓരോ ദിവസവും ആത്മാവ് നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങളുണ്ട്. രണ്ടാമതായി നമ്മൾ കണ്ടു, എല്ലാം പൂർത്തിയായെന്ന് കുരിശിലെ യേശു ലോകത്തെ നോക്കിക്കൊണ്ട് വിളിച്ചു പറയുന്നത് എല്ലാ പ്രവചനങ്ങളുടെയും പൂർത്തീകരണം എന്ന വണ്ണമാണ്. അവിടെ കണ്ടു, ഈശോയുടെ കുരിശു മരണവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും ഒടുക്കത്തെ 5-6 മണിക്കൂറിനുള്ളിൽ തന്നെ ഏതാണ്ട് 30ഓളം പ്രവചനങ്ങൾ പൂർത്തിയാകുന്നു. അതിലൊരു പ്രവചനമാണ് നമ്മൾ ധ്യാനിച്ചത്. അവൻ ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്, ലാം ഓഫ് ഗോഡ് ഹു ടേക്സ് അവേ ദ സിൻ ഓഫ് ദ വേൾഡ്. ലോകത്തിൻ്റെ പാപം നീക്കാൻ വന്ന കുഞ്ഞാട്. ജെറുസലേം ദേവാലയത്തിൽ 1-2 ആടുകളെയോ കോലാടുകളെയോ കാളക്കുട്ടികളെയോ അല്ല അവർ കൊന്നൊടുക്കിയത്, മില്യൻസാണ്. അതുകൊണ്ട് ചിലരിങ്ങനെ പറയുമായിരുന്നു, ജെറുസലേം ദേവാലയത്തെ സമീപിക്കുമ്പോൾ ജെറുസലേം ദേവാലയം കണ്ടറിയും മുമ്പേ തന്നെ മണത്തറിയാമെന്ന്. എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് രക്തം കൊണ്ടും
ആ ആ ബലിയുടെ ഗന്ധം കൊണ്ടുമൊക്കെ ആ ദേശം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നിർണായകമായ സമയത്ത്, സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ ഗലാത്യർ 4:4 വായിക്കും, ഇതാ ദൈവം തൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് പറഞ്ഞുവിടുന്നു. അവസാനത്തെ ബലിക്കുഞ്ഞാടായി. ഇനി മറ്റൊരു ബലിയുടെ ആവശ്യമില്ല. കാരണം യഥാർത്ഥ ബലിക്കുഞ്ഞാട് നമുക്ക് വേണ്ടി ബലിയായി തീർന്നു കഴിഞ്ഞു. അവിടെ നമ്മൾ കണ്ടു, എനിക്കും നിങ്ങൾക്കും ഒരു കടമുണ്ട്. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. അതാണ് കടം. ആ കടം വീട്ടി തീർക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് കടമൊന്നുമില്ലാത്ത ഈശോ നമുക്ക് വേണ്ടി ആ കടം വീട്ടി തീർത്തു. ബലഹീനരായ നമ്മൾ ഇങ്ങനെയാണ് ചോദിക്കുന്നത്, ദൈവമേ, എന്നോട് ഇത്രമേൽ കരുണ കാണിച്ചതുകൊണ്ട് എൻ്റെ മേലുള്ള ഈ കടം ഞാനിനി എങ്ങനെ വീട്ടി തീർക്കും? ഇത്രമാത്രം സ്നേഹം എന്നോട് കാണിച്ച കടം ഞാനെങ്ങനെ വീട്ടി തീർക്കുമെന്ന്. അവസാനം ഒരു സ്പിരിച്വൽ എക്സസൈസ് പോലെ നമ്മൾ കാണാൻ ആഗ്രഹിച്ചതും പങ്കുവച്ചതും ഇതാണ്. നമ്മുടെ നിയോഗം തിരിച്ചറിയാൻ വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ദൈവമേ, എൻ്റെ നെറ്റിത്തടത്തിൽ അങ്ങ് എഴുതി വച്ചിരിക്കുന്ന നിയോഗം എന്താണെന്ന് ഇനിയും മനസ്സിലാക്കാതെ അർത്ഥപൂർണമല്ലാത്ത ജീവിതം നയിച്ച് പലപ്പോഴും സമയം പിന്നിടുന്ന മനുഷ്യനാണ് ഞാൻ. കുറേ കൂടി എൻ്റെ നിയോഗം തിരിച്ചറിഞ്ഞ് ജീവിക്കാനുള്ള കൃപ തരണമേ എന്ന് നമ്മൾ ധ്യാനിച്ചു. ഈ ദിവസം 7-ാമത്തെ വചനം, ലൂക്കായുടെ സുവിശേഷം 23:46 വചനം, കുരിശിലെ അന്ത്യമൊഴിയിലെ ഏറ്റവും അവസാനത്തെ വചനം. ആ വചനം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. യേശു ഉച്ചത്തിൽ നിലവിളിച്ചു, പിതാവേ, അങ്ങേ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. നമുക്കറിയാം, മരിച്ചുയർത്ത ഈശോയെക്കുറിച്ചാണ് നമ്മൾ ജീവിക്കുന്നതും നിരന്തരം പരിചയപ്പെടുന്നതും. ആ മരണത്തെ കീഴ്പ്പെടുത്തിയ ഈശോ മരിക്കാൻ സമയത്ത് പറഞ്ഞ വാക്കുകൾ നമ്മുടെ ആത്മാവിൽ എന്നും നമ്മൾ കൊണ്ടു നടക്കണം. ഈ വചനം ധ്യാനിക്കുമ്പോൾ ഇതിലെ ഓരോ വാക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കൊരിക്കൽ കൂടി ഈ ദിവസം കാൽവരി കുന്നിലേക്ക് പോകാം. കാൽവരി കുന്നിൽ അമ്മയുണ്ട്. അമ്മയെ ഏൽപ്പിച്ചു കൊടുത്ത യോഹന്നാനുണ്ട്. ഒരു പറ്റം സ്ത്രീകളുണ്ട്. സുവിശേഷം പറയുന്നതനുസരിച്ച് ഒരു ചെറിയ ജനക്കൂട്ടം തന്നെയും അവിടെ കുരിശിൻ്റെ താഴെ കാത്തു നിൽക്കുന്നുണ്ട്. ജീവിച്ചത് മുഴുവൻ, അവൻ പറഞ്ഞത് മുഴുവൻ മരണസമയത്ത് തള്ളിപ്പറയുവാൻ കാത്തിരിക്കുകയാണോ, അതോ ജീവിച്ചത് മരണം കൊണ്ട് അവൻ രേഖപ്പെടുത്തുവാനിരിക്കുകയാണോ എന്നൊക്കെ പ്രതീക്ഷിച്ച് പടയാളികളും ചില മതനേതാക്കളും എല്ലാം അവിടെയുണ്ട്. ഇരുവശങ്ങളിൽ കിടക്കുന്ന കള്ളന്മാർ, അവർ മരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് സുവിശേഷം പറയുന്നത്, ഈശോ പണ്ടേ മരിച്ചിരുന്നു എന്ന് കണ്ടതിനാൽ അവൻ്റെ കണങ്കാലുകൾ തകർത്തില്ല. എന്നാൽ ഇതാ കള്ളന്മാരുടെ കണങ്കാലുകൾ തകർത്തു. കാരണം കുരിശു മരണത്തിൻ്റെ സമയത്ത് സാധാരണയായി ഒരാൾ മരിക്കുന്നത് അവസാന പ്രാണൻ കിട്ടാതെയാണ്. അപ്പോൾ ഈ കണങ്കാല് കൂടി തകർക്കപ്പെട്ട് കഴിഞ്ഞാൽ സാധാരണയായി പറയപ്പെടുന്നത് കാലിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വിരൽ കുത്തിയാണ് പ്രാണനെടുക്കുന്നത്. അപ്പോൾ കണങ്കാലുകൾ കൂടി തകർത്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വ്യക്തിക്ക് ഒരിക്കലും പ്രാണനെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് മരണം എളുപ്പമാകാനോ അല്ലെങ്കിൽ കുരിശിൽ കിടന്നിട്ട് മരിക്കാത്ത മനുഷ്യരാണ് എങ്കിൽ ഇതാ കണങ്കാലുകൾ തകർക്കുന്നു. ഈ കള്ളന്മാരും നോക്കിക്കിടക്കുന്നുണ്ട്, ഇവൻ എന്താണ് ഏറ്റവും ഒടുക്കം പറയുന്നത് എന്ന്, ഏറ്റവും അവസാനം ഇവൻ എന്താണ് ശേഷിപ്പിക്കുന്നതെന്ന്. ഈ സമയത്താണ് പറയുന്നത്, അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു. മരണക്കിടക്കയിൽ കിടക്കുന്ന മനുഷ്യരെ ശുശ്രൂഷിക്കുന്ന നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാം, ചിലപ്പോഴെങ്കിലും മരിക്കുന്ന സമയത്ത് ഒരാൾ ലാസ്റ്റ് ബ്രത്ത് എടുക്കുമ്പോൾ, ലാസ്റ്റ് ശ്വാസം എടുക്കുന്ന നേരത്ത് പെട്ടെന്നൊരു ശബ്ദം ഉണ്ടാക്കാറുണ്ട്. ചിലരിങ്ങനെ കണ്ണുകൾ തുറന്ന് നോക്കും. അങ്ങനെയാണ് മക്കളൊക്കെ ഇങ്ങനെ ബോഡിയുടെ അല്ലെങ്കിൽ ആ മരിക്കാനിരിക്കുന്ന വ്യക്തിയുടെ സമീപത്ത് കട്ടിൽപ്പടിയിലോ കട്ടിലിൻ്റെ സമീപത്തോ ഒക്കെ വന്നിങ്ങനെ കാത്തു നിൽക്കുന്നത്. കണ്ണ് തുറക്കുന്നു, പിന്നെ പതുക്കെ കണ്ണ് അടയ്ക്കുകയാണ്. പക്ഷെ ഈശോ ഉച്ചത്തിൽ കരഞ്ഞതിന് വേറെ ചില കൂടി അർത്ഥങ്ങളുണ്ട്. നമുക്കതിലേക്ക് വരാം. അതിനു മുമ്പ് ഈശോ പറഞ്ഞ ആ വാക്ക്, പിതാവേ, അങ്ങയുടെ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അബ എന്നാണ് സത്യത്തിൽ ഒരു യഹൂദ കുഞ്ഞായ ഈശോ തൻ്റെ പരസ്യകാല ജീവിതത്തിലുടനീളം, മാത്രമല്ല
രഹസ്യമായി നസ്രത്തിൽ ജീവിക്കുന്ന കാലത്തും ഈശോ വിളിച്ചുകൊണ്ടിരുന്നത് അബാ അബാ എന്നാണ്. ഈശോ ആദ്യം പറഞ്ഞ വാക്ക് ഏതാണ്? അബാ എന്ന് തന്നെയാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ ഈശോയെ ദേവാലയത്തിൽ പോയി കാണാതെ പോകുന്ന നേരത്ത് മാതാപിതാക്കൾ ചെല്ലുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 48-ാമത്തെ തിരുവചനത്തിലാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, നിൻ്റെ പിതാവും ഞാനും എത്രയോ ഉത്കണ്ഠയോടെ നിന്നെ തേടുകയായിരുന്നു. ആ നേരത്ത് 49-ാമത്തെ വചനം ഈശോ പറയുകയാണ്, ഞാൻ എൻ്റെ അബായുടെ കാര്യത്തിൽ വ്യാപൃതനായിരുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലേ. സത്യത്തിൽ രഹസ്യ ജീവിതത്തിൽ ഈശോയുടെ ഒരു വചനം നമ്മൾ തേടുകയാണെങ്കിൽ സുവിശേഷത്തിൽ കാണുന്നത് ആ വചനമായിരിക്കും. അപ്പോൾ ഈശോ ആദ്യം പറഞ്ഞ വചനം അബാ എന്നാണ്. ഒടുക്കം പറഞ്ഞ വചനം അബാ എന്നാണ്. അബാ, നിൻ്റെ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ആവർത്തിച്ചു പറഞ്ഞ വചനവും അബാ എന്ന് തന്നെ. ശിഷ്യന്മാരൊരിക്കൽ പറഞ്ഞു, ഒരു പ്രാർത്ഥന പഠിപ്പിക്കണം. ഈശോ പറഞ്ഞു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ അബായെ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഞാനും എൻ്റെ ആബായും എൻ്റെ പിതാവും ഞാൻ ഒന്നാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് യഹൂദ പ്രമാണികൾ വളരെ ഒഫൻഡഡായി. കാരണം ആരും അന്നേ വരെ പിതാവെന്ന് ദൈവത്തെ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു ആരോപണം അവൻ്റെ മേൽ പറയുകയാണ്, ഇവൻ ദൈവത്തിന് ഇവനെ തന്നെ തുല്യനാക്കിയിരിക്കുന്നു. കാരണം ഒരാൾ ദൈവത്തെ നമ്മൾ അബാ എന്ന് വിളിക്കുമ്പോൾ, പിതാവേ എന്ന് വിളിക്കുമ്പോൾ, നമ്മൾ ദൈവഭവനത്തിലെ ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗമായി മാറും. ദൈവത്തെ അബാ എന്ന് നമ്മൾ വിളിക്കുന്നത് കൊണ്ടാണ് ഞാനും നിങ്ങളും സഹോദരി സഹോദരന്മാരായിട്ട് മാറുന്നത്. നമ്മൾ പ്രഭാതത്തിൽ കൈകൾ നീട്ടിപ്പിടിച്ച് എല്ലാവരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് പറയുന്നത് കൊണ്ട് മാത്രമല്ല നമ്മൾ സഹോദരനുമാകുന്നത്. മറിച്ച് നമുക്ക് പൊതുവായ ഒരു അബാ ഉണ്ടാകണം, ഒരു ദൈവം ഉണ്ടാകണം, ഒരു പിതാവ് ഉണ്ടാകണം. അബാ നമുക്കുള്ളത് കൊണ്ട് ഞാനും നിങ്ങളും ഇതാ പരസ്പരം സഹോദരന്മാരായിട്ട് മാറുന്നു. അബായുടെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ ഭക്ഷണവും പാനീയമെന്ന് ഈശോ പറഞ്ഞു. അബാ, നിൻ്റെ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ തരുന്നു. മുഴുവൻ സമയവും ഈശോയ്ക്ക് അബാ കോൺഷ്യസ്നെസ്സാണ്. അബായെ പരിചയപ്പെടുത്താനാണ്, പിതാവിനെ പരിചയപ്പെടുത്താനാണ് ഈശോ വന്നതുപോലും. അരൂപിയായ അബായുടെ മാംസം ധരിച്ച മുഖവും രൂപവുമാണ് നമ്മുടെ ഈശോ. നമ്മളെല്ലാവരും അബായുടെ മക്കളാണ് എന്ന് പറഞ്ഞ് അവൻ നമ്മെ നിരന്തരം അബായോട് കൂട്ടിച്ചേർത്ത് കൊണ്ടിരുന്നു. അപ്പോൾ സത്യത്തിൽ അബാ എന്ന് വിളിക്കുമ്പോൾ ഇത് കൈവിട്ട് കളഞ്ഞു എന്ന് തോന്നിയാലും ഒരിക്കലും കൈവിട്ട് കളയാത്ത കരമാണ് നമ്മുടെ അബായുടെ കരം. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു വെട്ടുകത്തിയുമായി ഇങ്ങനെ അയാൾ തൻ്റെ വീട്ടിലെ പറമ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ നേരത്താണ് കുഞ്ഞ് കടന്നു വരുന്നത്. കുഞ്ഞ് കടന്നു വന്നിട്ട് ഇതാ അപ്പനോട് പറഞ്ഞ്, അപ്പ കളിക്കണം, തല്ല് പിടിക്കണം. അപ്പം പറഞ്ഞ്, ഇത് തല്ല് പിടിക്കാനും കളിക്കാനുള്ള സമയമല്ല, ഇതെനിക്ക് ജോലി ചെയ്യേണ്ട സമയമാണ്. എത്ര പറഞ്ഞിട്ടും കൊച്ചിന് മനസ്സിലാകണില്ല. കാരണം കൊച്ച് സ്കൂൾ കഴിഞ്ഞ് വന്ന സമയമാണ്. കൊച്ചിന് കളിക്കാൻ ആരെങ്കിലും വേണം. അപ്പൻ സീരിയസ് ആയ ബിസിനസ്സിലാണ്. ഏറ്റവും അവസാനം ഈ അപ്പന് ഒരു വഴിയുമില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ അപ്പൻ ആ വെട്ടുകത്തി ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ദേൻ കത്തിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് എന്ന്. ഇത് പറയുന്ന നേരത്തും ഈ കൊച്ച് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അപ്പൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഉടനെ തന്നെ അപ്പ ചോദിക്കുകയാണ്, ഇതാ ഞാൻ കത്തി ഉയർത്തിയിട്ട് നിനക്ക് പേടിയില്ലേ? കൊച്ചിൻ്റെ മറുപടി വളരെ സിമ്പിളാണ്, കത്തി അപ്പൻ്റെ കയ്യിലാണല്ലോ. അപ്പൻ്റെ കയ്യിലാണ് കത്തി എന്നുള്ളത് കൊണ്ട് ഈ മോന് ഒന്നും പറ്റില്ല. കാരണം അപ്പൻ ചോദിച്ച അപ്പന്മാർ മക്കൾക്ക് കല്ല് കൊടുക്കാറില്ല, മീൻ ചോദിച്ച പാമ്പിനെയും കൊടുക്കാറില്ല. സാധാരണക്കാരായ ഭൗമിക അപ്പന്മാർ പോലും ഇങ്ങനെയാണ് എങ്കിൽ സ്വർഗത്തിലെ അബ്ബ എത്രയോ മനോഹരമായി, എത്രയോ നല്ലത് തൻ്റെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കും. അതുകൊണ്ട് കൈവിട്ട് കളഞ്ഞു എന്ന് തോന്നിയാലും ഒരിക്കലും കൈവിട്ട് കളയാത്ത കരമാണ് നമ്മുടെ അബ്ബായുടെ കരം. ഈ അബ്ബായുടെ കരത്തിലേക്കാണ് തന്നെ അവൻ അർപ്പിക്കുന്നത്. നമ്മൾ ഈ ഈശോയുടെ കുരിശിലെ അന്ത്യമൊഴികളിലൂടെ കടന്നു പോയപ്പോൾ ഒരു മൊഴി അവനിങ്ങനെ പറഞ്ഞു, എൻ്റെ ദൈവമേ,
എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ട് എന്തുകൊണ്ട് കൈവെടിഞ്ഞുവെന്ന്. കൈവെടിഞ്ഞ് കളഞ്ഞുവോ എന്ന് എല്ലാവരും പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുന്ന നേരത്താണ് അവസാന മൊഴിയായി അവൻ പറയുന്നത്, അല്ല, കൈവെടിഞ്ഞിട്ടല്ല, അവൻ പതുക്കെ നിശബ്ദനായിട്ട് മാറി നിന്നതാണ്. ഏറ്റവും ഒടുക്കം ഞാൻ അർപ്പിക്കുന്നതും അബ്ബായുടെ കൈകളിലാണ് എന്ന് പറഞ്ഞു വന്നത് ഇതാണ്. ഈശോയുടെ ജീവിതത്തിലുടനീളം അബ്ബയാണ്, അപ്പനാണ്. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്ത് തന്നെ നിങ്ങളുടെ ഭൗമികമായ ലോകത്തിലെ അപ്പന്മാരെ തീർച്ചയായും ധ്യാനിക്കേണ്ടതായിട്ടുണ്ട്. ഈശോ അപ്പ എന്ന് വിളിക്കുമ്പോൾ വളർത്തുപിതാവായ മാർ യൗസേപ്പിനെ അവന് മറന്നു കളയാനായിട്ട് കഴിഞ്ഞേക്കുമോ? ഒരിക്കലുമില്ല. കാരണം അബ്ബ എന്ന് തന്നെയാണ് അപ്പനെ അവൻ വിളിച്ചത്, യൗസേപ്പിനെ വിളിച്ചത്. പരസ്യകാല ജീവിതം ഈശോ ആരംഭിക്കും മുമ്പേ തന്നെ ഒരുപക്ഷെ യൗസേപ്പ് മരിച്ചു കഴിഞ്ഞിരിക്കും എന്നാണല്ലോ സഭയുടെ പാരമ്പര്യത്തിലും വിശ്വാസത്തിലും പറയുന്നത്. അബ്ബ നമ്മുടെ ആത്മീയ ജീവിതത്തിന് വലിയ കരുത്തും ബലവും നൽകുന്ന ഒന്നാണ്. വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ഏറ്റവും ഒടുക്കത്തിലാണ് അമേരിക്കയിലെ ടെന്നസി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ മാരി ചെയ്യാത്ത ഒരു സ്ത്രീക്ക് ഒരു കുഞ്ഞ് ജനിച്ചു. അന്നത്തെ കാലത്ത് അതുപോലുള്ള ജനനങ്ങൾ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിന് വളർച്ചാ കാലഘട്ടത്തിൽ ഒട്ടേറെ വിഷമങ്ങൾ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നു. കാരണം ഈ കുഞ്ഞ് എവിടെ ചെന്നാലും ആദ്യം ചോദിക്കുന്നത് കുഞ്ഞിൻ്റെ പേര്, അത് കഴിഞ്ഞാൽ ഈ കുഞ്ഞിൻ്റെ അപ്പൻ്റെ പേരാണ്. കാരണം അപ്പനിലൂടെയാണ് ഈ കുഞ്ഞ് അറിയപ്പെടുന്നത്. അപ്പനാണല്ലോ പലപ്പോഴും അഡ്രസ്സ് തരുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ചോദിക്കുന്നത് അപ്പൻ്റെ പേരാണ്. അപ്പോൾ ഈ കുഞ്ഞ് ആകെ വിഷമിച്ചു. കുഞ്ഞ് ഭക്ഷണം കഴിക്കാനായിട്ട് ചെല്ലുമ്പോൾ ടിഫിൻ ബോക്സുമായി തനിയെ പോകും, ആരും കാണരുത്. ഗ്രോസറി ഷോപ്പിൽ പോകുമ്പോൾ, കടയിൽ പോകുന്ന നേരത്ത് കുഞ്ഞ് ആരും കാണാതെ സാധനങ്ങൾ മേടിച്ച് പെട്ടെന്ന് ആരുടെയും കണ്ണിൽപ്പെടാതെ ചാടി പോരാൻ നോക്കും. ഇങ്ങനെ ഇരിക്കുന്ന നേരത്താണ് അവൻ ഒരു ദിവസം പള്ളിയിൽ ചെന്ന്, അവന് 12 വയസ്സ് പ്രായമുണ്ട്. സാധാരണയായി അവൻ പള്ളിയിൽ ലേറ്റായിട്ടാണ് പോകാറുള്ളത്. പ്രാർത്ഥന കഴിയും മുമ്പേ തന്നെ അവൻ മടങ്ങിയും പോരും. ഈ ചോദ്യത്തെ ഭയപ്പെട്ടുകൊണ്ടാണ്, ദൈവത്തോടും സഭയോടും താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, ഈ ജനത്തെ പേടിയായതുകൊണ്ടാണ്. അങ്ങനെ ഇരിക്കുന്ന നേരത്താണ് ആ ദേവാലയത്തിൽ ഒരു പുതിയ ചാർജ് എടുത്ത ഒരു പാസ്റ്റർ വരുന്നു. അദ്ദേഹം തൻ്റെ ശുശ്രൂഷ ഇങ്ങനെ നടത്തി അവസാനത്തെ പ്രാർത്ഥനയും കഴിഞ്ഞപ്പോൾ ഈ സമൂഹത്തിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ കുഞ്ഞിനെ കണ്ട മാത്രയിൽ ഈ പാസ്റ്ററിന് വലിയ സന്തോഷമായി. കുഞ്ഞിൻ്റെ അടുത്ത് ചെന്ന് തോളത്തൊക്കെ തൊട്ട് മോൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. അവൻ പേര് പറഞ്ഞു. പെട്ടെന്ന് ചോദിച്ചു, മോൻ്റെ അപ്പൻ്റെ പേരെങ്ങനെയാണ്? എല്ലാവരും നിശബ്ദരായി. കാരണം ഈ കുഞ്ഞ് ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ചോദ്യമാണ് ആ ചോദ്യമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. പെട്ടെന്ന് ഈ പാസ്റ്റർ കുറേ ജ്ഞാനമുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് പറഞ്ഞു, മോൻ്റെ അപ്പൻ ആരാണെന്ന് എനിക്കറിയാം. മോൻ്റെ അപ്പൻ അബ്ബ ആണ്. മോന് നല്ലൊരു അബ്ബാ പിതാവുണ്ട് എന്ന് പറഞ്ഞു. ഈ കുഞ്ഞ് തൻ്റെ ജീവിതത്തിൽ ആദ്യമായി സന്തോഷത്തോടെ അന്ന് നീണ്ട സമയം പുഞ്ചിരിച്ചു എന്നാണ് പറയുന്നത്. ആ കുഞ്ഞ് മടക്കയാത്ര നടത്തുന്ന നേരത്തൊക്കെ വീട്ടിലേക്ക് പോകുമ്പോൾ, ഞാൻ അനാഥനല്ല, എനിക്കൊരു അബ്ബാ ഉണ്ടെന്നാണ് പറഞ്ഞുകൊണ്ട് പോകുന്നത്. ഞാൻ നീണ്ട കഥ വളരെ ചുരുക്കി പറയട്ടെ. ഈ കുഞ്ഞ് വളർന്നു വലുതായി. ഈ അബ്ബാ കോൺഷ്യസ്നെസ്സിൽ ഈ കുഞ്ഞ് വലുതായി. ഞാൻ അനാഥനല്ല, കൈവിട്ട് കളഞ്ഞു എന്ന് തോന്നിയാലും കൈത്താങ്ങുന്നൊരു അപ്പൻ എനിക്കുണ്ട്. പേര് പറയാനോ ചൂണ്ടിക്കാണിക്കാനോ എനിക്ക് ഭൂമിയിൽ അപ്പനില്ല എങ്കിലും ഞാൻ അബ്ബാ പിതാവിൻ്റെ മകനാണ്. ഈ ചിന്ത ഈ കുഞ്ഞിൻ്റെ മനസ്സിനെ മതിക്കാൻ തുടങ്ങി. ഉന്നതമായ പഠനങ്ങൾ പൂർത്തിയാക്കി ഈ കുഞ്ഞ് വളർന്നു വലുതായി PhD ഒക്കെ കഴിഞ്ഞപ്പോൾ അമേരിക്കൻ പൊളിറ്റിക്സിലേക്ക് പ്രവേശിച്ച് പിന്നീട് അവൻ ടെന്നസി എന്ന് പറയുന്ന സ്റ്റേറ്റിൽ 2 പ്രാവശ്യം ഗവർണറായി. ബെൻ ഹൂപ്പർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ കഥയാണ് ഞാൻ ഈ പറഞ്ഞത്. അവൻ ഒരു പുസ്തകം എഴുതി. അയാളുടെ പുസ്തകത്തിൻ്റെ പേര് അൺവാണ്ടഡ് ചൈൽഡ് എന്നാണ്. ഇപ്പോൾ ഒരു അൺവാണ്ടഡ് ചൈൽഡിന് ഒരു വാണ്ടഡ് ചൈൽഡായി അനുഭവപ്പെട്ടത് എപ്പോഴാണ്? അബ്ബാ ഉണ്ടെന്ന് തോന്നിയപ്പോഴാണ്. അതെ, നമുക്ക് അബ്ബാ ഉണ്ട്. ഈശോയുടെ അതുകൊണ്ടാണ് ഈ പ്രാർത്ഥനയിൽ അബ്ബായുടെ കൈകളിലേക്കാണ് ആത്മാവിനെ കൊടുക്കുന്നത്. ഇനി അതിൻ്റെ മറ്റൊരു ഭാഗത്തിലേക്ക് വരിക. നിൻ്റെ കൈകളിൽ
എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. വളരെ ദൈവശാസ്ത്രപരമായ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്ന വചനമായിട്ടാണ് ആ പാട്ടിനെക്കുറിച്ച് പങ്കുവെക്കുന്നത്. നമുക്ക് അറിയാം, മറ്റ് ഈശോയുടെ കുരിശിൻ്റെ സമീപത്ത് കിടന്ന കള്ളന്മാർ അവരെ വന്ന് മരണം മതിക്കുകയായിരുന്നു, മരണം കീഴടക്കുകയായിരുന്നു. ഈശോ എന്തുകൊണ്ട് ഉച്ചത്തിൽ കരഞ്ഞു എന്ന് വിശുദ്ധ ജെറോം രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: എല്ലാവരും അറിയണം, ഇത് ഞാൻ സ്വമേധയ എൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് എന്നും സ്വമേധയ മരണത്തിന് എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെന്നും എല്ലാവരും അറിയേണ്ടതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉച്ചത്തിൽ കരഞ്ഞത് എന്ന് സെയിൻറ്റ് ജെറോം ഈ വചനവുമായി ബന്ധപ്പെട്ട് ധ്യാനിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10:18 നമ്മൾ വായിക്കുന്നുണ്ട്: ആരും എന്നിൽ നിന്ന് ഇത് പിടിച്ചെടുക്കുകയല്ല, മറിച്ച് സ്വമേധയ ഇത് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് എന്ന്. ഇതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 19:30 തിരുവചനം കൂടി ഇതോടൊന്ന് ചേർത്ത് വെച്ച് ധ്യാനിക്കുന്നത് നല്ലതാണ്. ഈശോ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. ഒരിക്കൽ കൂടി പറയാം, ഈശോ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. ആദ്യം തല ചായ്ക്കുന്നു, പിന്നീട് മരിക്കുന്നു. വിശുദ്ധ അത്രേഷ്യസ് ഈ വചനത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഈശോ തല ചായ്ച്ചു, കാരണം ജീവൻ്റെ നാഥനെ സമീപിക്കാൻ മരണം കാത്തു മാറി നിൽക്കുകയാണ്. ഈശോ അനുവദിച്ചാൽ മാത്രമേ അവൻ്റെ അടുത്ത് ഈ മരണത്തിന് വരാനും മരണം അവനെ കീഴടക്കാനും കഴിയൂ. അപ്പോൾ ഈശോ തല ചായ്ച്ചിട്ട് മരണത്തെ സ്വാഗതം ചെയ്യുകയാണ്: ഇനി എന്നെ കാത്തു നിൽക്കണ്ട, ഇനി നീ എന്നെ കീഴടക്കിക്കൊള്ളൂ, അല്ലെങ്കിൽ എന്നെ സ്വന്തമാക്കിക്കൊള്ളൂ എന്ന്. മറ്റ് കള്ളന്മാരെ അല്ലെങ്കിൽ മറ്റ് മനുഷ്യരെയൊക്കെയും മരണം കീഴടക്കുന്ന നേരത്ത് ഈശോ മരണത്തെ സ്വീകരിച്ച് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അവൻ ഇതാ മരണത്തിൻ്റെ മേലും വിജയം വരിച്ചു. സഹോദരങ്ങളെ, ഈ അനുഗ്രഹീതമായ ദിവസം നമ്മുടെ വീട്ടിലെ അപ്പന്മാരെ സ്നേഹത്തോടെ ധ്യാനിക്കുക. നമ്മുടെ വീട്ടിലെ അപ്പന്മാർ പലരും മുനികളെ പോലെയാണ് എന്നെനിക്ക് തോന്നാറുണ്ട്. അമ്മമാർ ഒരുപാട് പ്രകടിപ്പിക്കുന്നതാണ്. എല്ലാ അപ്പന്മാരും അമ്മമാരും അങ്ങനെ ആകണമെന്നില്ല. പൊതുവെ അമ്മമാർ ഒരുപാട് പ്രകടിപ്പിക്കുന്നതാണ്, കരയുന്നതും ചിരിക്കുന്നതും എല്ലാം. അപ്പന്മാർ സാമ്പത്തികമായ കഷ്ടത വരുമ്പോൾ അവരാരുടെയും മുമ്പിൽ പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, കടയിൽ പോയിരിക്കുന്നു, മറ്റുള്ള മനുഷ്യരോട് ശാന്തമായി മറ്റ് വിശേഷങ്ങൾ പറയുന്നു. അവരുടെ നെഞ്ചുരുക്കങ്ങൾ അവരുടെ നെഞ്ചകത്ത് തന്നെ സൂക്ഷിച്ചു മുന്നേറുന്നു. പ്രത്യേകിച്ചും അപ്പന്മാർ മരിച്ചിട്ട് അമ്മമാർ അതിജീവനത്തിൻ്റെ മാർഗത്തിലൂടെ പോകുമ്പോഴും അമ്മമാർ മരിക്കുമ്പോൾ അപ്പന്മാർക്ക് ശേഷിച്ച ജീവിതം ജീവിച്ചു തീർക്കാൻ കഷ്ടപ്പെടുന്നതിൻ്റെയും കാരണം ഒരുപക്ഷെ ഇത് തന്നെയാണ്. അപ്പന്മാർ മുനിമാരാണ്. അവരുടെ ഉള്ളിലെ വേദനയും വിഷമവും ഒന്നും അധികമായിട്ടൊന്നും അവർ പങ്കുവെക്കാറില്ല. അതുകൊണ്ട് ഈ നല്ല ദിവസം നാം എടുക്കേണ്ട ഒരു തീരുമാനം ഇതാണ്: അപ്പന് ഫോൺ വിളിക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു അമ്മയോട് സംസാരിക്കുക എന്ന്. അബ്ബാ, നിൻ്റെ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ തരുന്നു എന്ന് പറയുന്ന ദിവസം സ്വർഗത്തിലെ അബ്ബായെ മാത്രം നമ്മൾ ഓർത്താൽ പോരല്ലോ, ഭൂമിയിലെ നമുക്ക് ജന്മം തന്ന നമ്മുടെ ഭൗമിക അപ്പന്മാരെ നമ്മൾ ഓർക്കണ്ടേ? അവരെ ഫോൺ വിളിക്കുക, അവരോടൊരു 10 മിനിറ്റ് സംസാരിക്കുക. നിങ്ങളിൽ പലരും മറുനാട്ടിൽ താമസിക്കുന്നവരാണ് എങ്കിൽ ഫോൺ പലപ്പോഴും വിളിക്കുന്നത് അമ്മമാർക്കായിരിക്കും. അപ്പന് പിന്നീടായിരിക്കും ഫോൺ കൈമാറുന്നത്. കാരണം അപ്പനിങ്ങനെ അമ്മ സംസാരിക്കുന്ന വിശേഷം കേട്ടുകൊണ്ടായിരിക്കും നിൽക്കുന്നത്. അവർ കടന്നുപോയിട്ടുള്ള മനുഷ്യരാണ് എങ്കിലോ ബോധപൂർവം നിങ്ങളുടെ മനസ്സിലേക്ക് അവരെ വിളിച്ചു കൊണ്ടുവന്ന് ഒരിക്കൽ കൂടി അവരിലൂടെ ദൈവം നിങ്ങൾക്ക് തന്ന നന്മകളെ ധ്യാനിക്കുകയും ആ വാഴ്വുകളെ ഓർത്ത് കർത്താവിന് മഹത്വം പറയുകയും ചെയ്യുക. തീർച്ചയായും ഈ ദിവസം അനുഗ്രഹീതമാകും. അതെ, അപ്പം ചോദിച്ച
കല്ല് തരാത്തതും മീൻ ചോദിച്ചാൽ പാമ്പിനെ തരാത്തതുമായ ഭൗമിക അപ്പന്മാരാണ് നമുക്കുള്ളതെങ്കിൽ നമ്മുടെ സ്വർഗത്തിലെ അബ്ബ നമുക്ക് തന്നത് യോഹന്നാൻ 3:16 തൻ്റെ ഏകജാതന് നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഒരർത്ഥത്തിൽ ഈശോയേക്കാൾ സ്നേഹമാണ് എന്നോടും നിങ്ങളോടും അവിടത്തേക്ക്. അതുകൊണ്ട് നമ്മുടെ വീണ്ടെടുപ്പ് ഈശോയിലൂടെ സാധ്യമാക്കാൻ അവിടുന്ന് തീർത്തും തീരുമാനിച്ചു. ഈ അനുഗ്രഹീതമായ ദിവസങ്ങളിൽ നമുക്ക് ഈ 7 മൊഴികൾ ആവർത്തിച്ചു പറഞ്ഞും പ്രാർത്ഥിച്ചും നമ്മുടെ ജീവിതത്തെ ഏറ്റവും അനുഗ്രഹീതമാക്കാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.